അങ്ങാട്ട് മാറിപ്പോട്ടെന്ന്. മഞ്ചു ചരിയാണ്ട് കേട്ടാ. അങ്ങോട്ട് വേഗം വിടറാ. ആശാനെ, പെരുന്നാളെടുത്തല്ല നാടകം പൊടി പിടിക്കണം കേട്ടാ. നീതിമാന്റെ രക്തമാണ്, കാനായിലെ കല്യാണമാണ് ഇപ്പൊ കളിക്കാൻ പോണത്. രണ്ടുമല്ല, സ്നേഹഗായകൻ. അമ്പോ, അതിലിപ്പോ രാജാവായിട്ട് ആശാന്റെ ഒരു പെരുക്കുമല്ല. കുമ്പളങ്ങി കളിച്ചപ്പോ ഞാൻ കണ്ടായിരുന്നു. അടിമയുടെ മുഖത്ത് നോക്കി ലാസ്റ്റിൽ ആശാന്റെ ഒരു സ്പീച്ച് ഉണ്ട് കേട്ടാ. എന്റെ മകളെ മറക്കാൻ നീ തയ്യാറായാല് നിന്നെ ഞാൻ മോചിപ്പിക്കാമെന്ന്. നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം, കരമൊഴിവായി വസ്തുക്കൾ ചാർത്തിത്തരാം. ഈ രാജ്യത്തെ സുന്ദരിയായ ഏതു പെണ്ണിനെയും നിനക്ക് സ്വന്തമാക്കാം. എന്റെ പുത്രിയെ ഒഴികെ, ഉർസുല രാജകുമാരിയെ ഒഴികെ അവളെ നീ മറക്കാൻ തയ്യാറാവുക. തയ്യാറാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുക. അതല്ല എന്റെ ആജ്ഞയെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അനങ്ങാട്ട് വന്നാലുണ്ടല്ലോ എന്താ കളിയാക്കണം. പിന്നെ ഒരു നാടകം കളിക്കാരൻ വന്നിരിക്കണം. എന്നെ എന്റെ കൈ കിട്ടും. ഓർത്തോ? എന്തിനെടുക്കണ? ഇങ്ങേക്കെന്താ വട്ടാണ്? അവൻ നന്നാകിയല്ല, കുരുത്തം കെട്ടവൻ. കണ്ടോ കേട്ടോ കേട്ടോ കേട്ടോ, ചെറു തരാ. ഞാനൊരു അങ്ങനെ ആ കുത്തിക്കോളൂ. ചങ്കുറപ്പ് വേണം. ചങ്കുറപ്പുണ്ട് മാത്രമേ ഇത് കളിക്കാൻ പറ്റൂ. ആ അവിടെ എത്ര? 10. ആ ഇവിടെ എത്ര? ഇവിടെയും 10. കുത്തിക്കോളൂ. ആ അതെ അതെ വരെ. ആ ആ ചങ്കുറപ്പുണ്ടോ? ചങ്കുറപ്പൊക്കെ ഉണ്ട്. ആ ചങ്കുറപ്പുള്ളവരൊക്കെ ഇത് കളിക്കാൻ പറ്റുമോ? ആ വരും. ആ നാടവലിന്ന് പോണാണ്. ചങ്കുറപ്പ് വേണം. ചങ്കുറപ്പില്ലാതെ കളിക്കാൻ പറ്റില്ല. ചങ്കുറപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനും പറ്റും 10. വരൂ, ഇരുന്നോളൂ അവിടെ. ഞാനൊരു 10 കളിക്കാം. ചേർന്ന് കളിക്കാം കേട്ടോ. പ്രൈസ്. ആ ആ കുത്തിക്കോളൂ. 10. ആ ഇവിടെ 10. ആടവലി 10. ആ ഇവിടെ 10. ആ പിടിച്ചോളൂ. ആ ഒരു 50 ചങ്കുറപ്പ് വേണം. പ്രൈസ് ചങ്കുറപ്പ് വേണം കേട്ടോ. ആ പൊരിച്ചുവിട്. ആ അത് പുറത്താണ്. അത് പുറത്താണ്. കാശ് കളഞ്ഞിട്ട് അത് പുറത്താണ്. ഒരു 50 രൂപ. 50 രൂപ. ഓ ആ 50 വെച്ചോളൂ. ധൈര്യമായിട്ട് കളിച്ചോളൂ. ആ വെച്ചോളൂ. ആ പിടിക്കേ. ആ കണ്ട അതെ, ഇത് പുറത്താണ്. കോളച്ചങ്ക പിടിക്കൽ. ചങ്ക പിടിക്ക. അയ്യോ ഇതെന്തത്? മുണ്ട് മുണ്ട് മുണ്ട്. അയ്യേ മുണ്ടായി കാശൊക്കെ പറക്കി. അയ്യേ കളി കാണാത്ത പാവത്തങ്ങൾ അടുത്ത് മതി കേട്ടാ ഈ വേഷം കെട്ട്. ഞാനിതുവരെ കണ്ടതാണ്. ഇതെന്തൊരു കഷ്ടമാണപ്പ. കണ്ടിടത്ത് മുഴുവൻ ഇറങ്ങി അടിയും വഴക്കും ഉണ്ടാക്കും. എന്നിട്ട് ഷാപ്പിൽ വന്ന് പൊറുതിയും. ഇന്ന് ഇത് അവസാനിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ ആങ്ങള വന്നാ ഇവിടെ? ചെവിയും കേൾക്കില്ല ഇയാൾക്ക്. എന്റെ ആന്റെ ഇവിടെ വന്നാന്ന്. ഇല്ലല്ല, ഇന്നിങ്ങോട്ട് കണ്ടേയില്ലല്ല. ഇറങ്ങി വരണണ്ടാ? ഞാൻ കണ്ടതാണ് കേട്ടാ. താൻ ഒരുത്തനാ ഈ കരക്കാരൻ മുഴുവൻ നാശാക്കണത്. വാ ഇങ്ങോട്ട് വാ, നിക്കിതലത് ചോദിക്കാനുണ്ട്. നാടകുത്തുകാര്, പന്നിമലർത്തുകാര്, വേറെ ആരും കണ്ടില്ല തല്ലുകൂടാൻ. ഇനി കള്ളു മൂക്കുമ്പോ ഇവിടെയും തുടങ്ങാമല്ല വഴക്കും വക്കാണോ? ഇത് തന്നെ നിനക്കിയുടെ പണി. വാ ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വാ. പൂച്ചയെ കൂട്ട് പോണ പോക്കണ്ട. പെങ്ങളെ കണ്ട അവന്റെ മുത്തു പറയും. നീ എന്താടി ഇവിടെ? ഞാൻ അമ്മച്ചാച്ചിക്ക് കൂട്ടുവന്നതാ. നീ ആയിരിക്കുന്നു കൊളത്തി കൊടുത്തല്ലേ? അയ്യോ ഞാനൊന്നും അല്ല. പിന്നാരാണ്? ആ വേണ്ട വേണ്ട, ഇളിക്കണ്ട.
ഞാൻ ചന്ത വരെ പോണേണ്. കുറച്ച് സാമാനങ്ങൾ വാങ്ങണം. നിനക്ക് ബീഡി ഉണ്ടാ? ഇച്ചിരി വാങ്ങിച്ച. തിരിച്ചു വരുമ്പം ഇവിടെ തന്നെ കാണുവാ അതാ? ഞാനെങ്ങും പോണില്ലപ്പാ, ദാ ഇവിടെ തന്നെ കാണും. ഇനിതാ നീ പറഞ്ഞിട്ടാ പോണുള്ളു. ആ കാക്ക മലന്ന് പറക്കുവല്ല. ആൻഡോയേ എടാ സമയനല്ലാത്ത സമയത്ത് അവൻ അടങ്ങി ഒതുങ്ങി വീട്ടില്. എന്താടാ ഒരു നല്ല നടപ്പിന്റെ ലക്ഷണമുണ്ടല്ല. കഠിനതരമാണ്. എന്നെ കണ്ട് പഠിച്ചൂടടാ. കടലിൽ പോണ്, മീൻ വിൽക്കണ്, അതും കഴിഞ്ഞ് കുടുംബത്തിൽ പോണ്. ഓ നിന്റെ പെങ്ങള് നിക്കണ്. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഞാൻ പോണേണ്. എങ്ങാട്ടാണ്? റിഹേഴ്സലിന് പോകാണെന്ന്. ഓ ഇന്നും ഉണ്ടോ വണ്ടാരണങ്ങള്? നിനക്കൊന്നും വേറെ തൊഴിലില്ലാന്നാ ഞാൻ ഓർക്കണേ. ഒരു നാടകം കളിക്കല്. നീ ആശാന്റെ പുറകെ ചുറ്റിത്തിരിഞ്ഞ് വെറുതെ ജീവിതം പാഴാക്കുമല്ല. എടാ ഞാനൊരു കലാകാരനായി ജനിച്ചുപോയി, എന്നെ തടയണ്ട. നിനക്കത് പറഞ്ഞാ മനസ്സിലാകുകയല്ല. ആ കുന്തം നീ ചെല്ലേ. പക്ഷെ അന്ത്യാകുമ്പോ ഷാപ്പിൽ കാണണം. പരമു ഓടെ വരും. വില ഉറപ്പിക്കാനുള്ളതാ. നീട്ടിക്കൊണ്ടുപോയത് കയ്യും തെന്നി പോകും കേട്ടാ. ഞാനങ്ങെത്തിയേക്കാമടാ. വെറുതെ ആളെ അവിടെ അടങ്ങല് വെക്കരുത് കേട്ടാ. വന്നേക്കാമെന്ന്. ആ എടി പൊന്നു, നീ ആ മൂനെയും വിളിച്ച് പുറേ പോയിരുന്നാ കേട്ടാ. ഉം. ഉം. അമ്മൂടി ഇല്ലല്ല. എനിക്കറിയാം. അത് ശരി. അപ്പൊ അറിഞ്ഞോണ്ടാണോ നീ വന്നേ? ഞാൻ വരും. വന്നിട്ട് കുളിച്ചൊന്നുമില്ലേ? ഇല്ല. എണ്ണ എടുത്ത് തരട്ടാ? വെള്ളം ചൂടാക്കണ? എന്നെ കുളിപ്പിച്ച് സുന്ദരനാക്കിട്ട് നിനക്കെന്തിനാണ്? എനിക്ക് കണ്ടോണ്ടിരിക്കാമല്ല. അയ്യടാ ഒരു പൂതി. നീ ഒന്ന് പോയി തരാവാ. അമ്മുച്ചാച്ചി വരാൻ ഇനി 2 മണിക്കൂർ കഴിയും. അതുവരെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ പോവാ. എന്റെ അയ്യോ, എന്നാ പിന്നെ ഞാൻ കടലിലേക്ക് തന്നെ പോണേണ്. അതെന്തിനാണ്? നിന്നെ സഹിക്കണേലും ഭേദം അതാണല്ലോ.